എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-16 വാക്യത്തിൽ മോശ ഒരു യാഗപീഠം പണിഞ്ഞിട്ട് അതിന് യഹോവ നിസ്സി എന്ന് പേരിട്ടിട്ട് 16-ാം വാക്യത്തിൽ പറഞ്ഞ് യഹോവ തലമുറയോളം അമാലേക്കിനോട് യുദ്ധം ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യം, ദ ലോർഡ് ഹാഡ് സ്വോൺ, യഹോവ സത്യപ്രതിജ്ഞ ചെയ്തു. എന്താണ് ഈ അമാലേക്കുമായിട്ടുള്ള യുദ്ധം? തലമുറയോളം ചെയ്യും എന്ന് പറയുന്നത്. നമ്മളിവിടെ വായിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ട രണ്ട് ശത്രുക്കളാണ് പുറപ്പാട് പുസ്തകത്തിൽ. ഒന്ന് മിസ്രൈം, അതായത് ഈ ലോകത്തെ എടുത്തു കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. രണ്ടാമത് ഫറവോൻ, അത് ഈ പിശാചിനെയാണ് എടുത്തു കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഈ രണ്ട് ശത്രുക്കളെയും യേശു ക്രിസ്തു പറയുന്ന വാചകം, ലോകത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായപ്പോൾ അവിടെ സർപ്പത്തിൻ്റെ തലയെ തകർത്തു, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഹേ മരണമേ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെയും ജയിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ രണ്ട് ശത്രുക്കളെയും ജയിച്ചു ക്രിസ്തു. മൂന്നാമത്തെ ശത്രുവാണ് ഈ അമാലേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജഡം. അതായത് ഈ മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള ശത്രുവാണ്, സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ സ്വയം. ഈ ശത്രു ആണ് തലമുറയായിട്ട് ദൈവമക്കൾ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ശത്രുവിനോടുള്ള പോരാട്ടമാണ് ഈ അമാലേക്ക് എന്ന് പഴയ നിയമത്തിൽ സൂചിപ്പിച്ച് കാണിക്കുന്നത്. അപ്പോൾ യഹോവ തന്നെയാണ് അമാലേക്കുമായിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ട് നമ്മൾ ഇവിടെ ഈ വായിച്ച വാക്യത്തിൽ പുറപ്പാട് 17-16 യഹോവ തന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഈ യുദ്ധം നടക്കുന്നത്? പുതിയ നിയമത്തിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവം, ജഡ അഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷനും ജഡത്തിനും വിരോധമായിരിക്കുന്നു. ബോത്ത് ആർ ഇൻ കോൺഫ്ലിക്റ്റ്, രണ്ടും വിരോധമായിരിക്കുന്നു. അപ്പോൾ രണ്ടിനും അഭിലാഷങ്ങളുണ്ട്, ജഡത്തിനും അഭിലാഷങ്ങളുണ്ട്, ആത്മാവിനും അഭിലാഷം, ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ. ഇത് രണ്ടും എപ്പോഴും ഓപ്പോസിറ്റായിട്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിലാണ് നമുക്ക് ഇച്ഛാശക്തി ഉപയോഗിച്ച് ജയാളിയാകാനായിട്ട് സാധിക്കുകയില്ല. അതായത് നമ്മുടെ സ്വന്തം എഫേർട്ട്, സ്വന്തം ശക്തി, അതുകൊണ്ട് നമുക്ക് ജയിക്കാൻ ആവില്ല. അവിടെയാണ് ഗലാത്യർ 5:16 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, വാക്ക് ബൈ ദ സ്പിരിറ്റ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് യു വിൽ നോട്ട് ഫുൾഫിൽ ദ ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലെഷ്, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലാത്യർ 5:16. അപ്പം 3 കാര്യങ്ങളാണ് ഗലാത്യർ 5 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, വാക്ക് ബൈ ദ സ്പിരിറ്റ്, അതായത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. 2 പറയുന്നത് ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്, ഗലാത്യർ 5:18, അതായത് ആത്മാവിനാൽ നയിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ നടത്തട്ടെ. ഇവിടെയാണ് പലപ്പോഴും ഒരു വിശ്വാസിക്ക് ഓർക്കാതിരിക്കാത്ത സ്ഥലത്തേക്കാണ് ഒരു വിശ്വാസിയെ ആത്മാവ് നയിക്കുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ട് പിശാചിനാൽ ട്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കാനായിട്ട് ഈ ആത്മാവ് നടത്തിക്കൊണ്ട് പോയി. അതേപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വായിക്കുന്ന ഒരു വിഷയമാണ്, ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി ഷണ്ണൻ്റെ രഥത്തിൻ്റെ പിന്നാലെ ഓടിച്ചു. ഇവിടെയാണ് ഒരു വിശ്വാസിക്ക് നിയന്ത്രണം ഇല്ലാതെ ആത്മാവിന് ഇഷ്ടമുള്ളത് ചെയ്യിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു.
അതായത് ഒരു ഇടയൻ നടത്തുകയാണ് ആടിനെ. ഇവിടെ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ള തർജ്ജിമയാണ് വേണ്ടത്. പക്ഷേ മലയാളം ബൈബിളിൽ അത്രയും വ്യക്തത നമ്മൾ കാണുന്നില്ല. വീണ്ടും ഈ ജഡത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഗലാത്യർ 5:24 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിനുള്ളവർ ജഡത്തിനെ ക്രൂശിച്ചു. ജഡത്തിനോടൊപ്പം അതിൻ്റെ അഭിലാഷങ്ങളും അതിൻ്റെ മോഹങ്ങളും ജഡത്തിനോടൊപ്പം ക്രൂശിച്ചായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ക്രൂശിൽ ഈ ജഡത്തിനെ എന്നേക്കുമായിട്ട് ക്രിസ്തു കൈകാര്യം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. വീണ്ടും ഗലാത്യർ 5:25 നമ്മൾ വായിക്കുന്നു, ലിവ് ബൈ ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ ആത്മാവിനാൽ ജീവിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ ഇച്ഛാശക്തി ഇല്ലാതെ തന്നെ ദൈവം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഈ അമാലേക്കുമായിട്ടുള്ള യുദ്ധം നടത്തുന്നു. അവിടെ വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ആ 2 അഭിലാഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജഡത്തിൻ്റെ അഭിലാഷം, ആത്മാവിൻ്റെ അഭിലാഷം, അത് രണ്ടും വിപരീതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു വിശ്വാസിക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പോലും ഈ ജഡം ചെയ്യിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജഡം ചെയ്യിപ്പിക്കുന്നതായിട്ട് അത് പല കാരണങ്ങളായിട്ട് നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ദ മൈൻഡ് സെറ്റ് ഓൺ, അതായത് ജഡത്തിൻ്റെ മേൽ മനസ്സിടുന്നത്. ദ മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലെഷ് ഈസ് ഡെത്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വായിക്കുന്നത്, ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. ജീവനും സമാധാനവും കൊണ്ടുവരുന്നു. ആത്മാവിൻ്റെ മേൽ മനസ്സ് ഇടുന്നവർ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ പോരാട്ടം നടക്കുമ്പോൾ, ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ജഡം പോരാട്ടം നടക്കുമ്പോൾ അവിടെ ഒരു മനസ്സ് ഇൻവോൾവാണ്. ഒരു മനസ്സ്, നമുക്കൊരു മനസ്സുണ്ട്, തീർച്ചയായിട്ടും ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ ആത്മാവിൻ്റെ മനസ്സുമായിട്ട് കീഴടക്കുന്ന ഉത്തരവാദിത്വം ഒരു വിശ്വാസിക്കുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 4:23 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, വാച്ച് ഓവർ യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡെലിജൻസ്. അതായത് നിങ്ങൾ തന്നെ സുരക്ഷിത ഉറപ്പാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സുരക്ഷിത ഉറപ്പാക്കുക, വിത്ത് ഓൾ ഡെലിജൻസ്. അപ്പം നോക്കിയേ, ഈ അമാലേക്കുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആത്മാവിനെ നമ്മുടെ ഹൃദയവും മനസ്സിനെയും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ഹൃദയവും മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ്. ഒരു വിശ്വാസിക്ക് എപ്പോൾ കയ്യിൽ നിന്ന് പോകുന്നെന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:7 നമ്മൾ വായിക്കുന്നത്, ഈ മനസ്സിനെയും ഹൃദയത്തെയും സൂക്ഷിക്കുന്നത് അല്ലെ ഗാർഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. എന്താണ് ഈ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം? അതായത് എല്ലാ മാനുഷികമായ ചിന്തയ്ക്കും മാനസികമായ സങ്കല്പങ്ങളും മാനസികമായ നിരൂപണങ്ങൾക്കുമെല്ലാം കവിഞ്ഞു അതിൻ്റെ മീതെ വരുന്നതാണ് ദൈവത്തിൻ്റെ സമാധാനം. ആ ദൈവത്തിൻ്റെ സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മനസ്സിനെയും ക്രിസ്തുവിൽ ഗാർഡ് ചെയ്യുന്നത്, ക്രിസ്തുവിൽ സൂക്ഷിക്കുന്നത്. ഇത് ഒരു വിശ്വാസിക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യമാണ്. കാരണം ഇച്ഛാശക്തി ഉപയോഗിച്ച് ഈ യുദ്ധം ജയിക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ജയാളികളായിട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടും ഈ ലോകത്തിൽ നമുക്ക് വിജയികളായി ജീവിക്കാൻ സാധിക്കും. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക.